എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പബ്ലിക് എക്സാമിനേഷൻ, കമ്പാർട്ട്മെൻ്റൽ വിഭാഗം, റെഗുലർ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾ results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത്, എക്സാം എന്നുള്ള ഭാഗത്ത് HSC സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, VHSC സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് 2025, VHSC NSQF സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് HSCയുടേതാണോ VHSCയുടെ ആണോ VHSC NSQF ആണോ ഏതിൻ്റെയാണ് റിസൾട്ട് അറിയേണ്ടത്, അത് ഏതിൻ്റെയാണോ PDF ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്, അതിന് നേരെയുള്ള ചെക്ക് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെയാണ് പേജ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ എന്നുള്ളിടത്ത് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് വർഷമാണ് ജനിച്ചത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇവിടെയുള്ള അതായത് ഈ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ആ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത്, അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം ഡൗൺലോഡ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് സിമ്പിളാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്വേഡ് എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പാസ്വേഡ് നൽകേണ്ടത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 123456A എന്നാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് 01/01/2000 എന്നാണെങ്കിൽ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഡേ കൊടുക്കണം, പിന്നീട് മന്ത് കൊടുക്കണം, പിന്നീട് ഇയർ കൊടുക്കണം. ഈ ഒരു ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 അക്കം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫോമാറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 01/01/0 അതായത് 01/2000 എന്ന് പറയുന്നത് അതായത് ജനുവരി 1 അതായത് 1 ജനുവരി ഈ ഒരു 2000 എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അതായത് 2 മാർച്ച് ഈ ഒരു 2000 എന്നാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതായത് 02 മാർച്ച് എന്ന് പറയുമ്പോൾ 03 വരിക. അപ്പോൾ 03 അതുപോലെ തന്നെ 2000. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അതായത് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പിലായിട്ട് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ 123456A എന്നാണെങ്കിൽ 123456A, അതായത് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ എന്താണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ PDF നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എടുക്കുന്നതിനായിട്ട്, അതായത് പിന്നീട് നിങ്ങൾക്കിത് പാസ്വേഡ് ഇല്ലാതെ ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളത് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ടാവും, ഷെയറിൽ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് മറ്റൊരു PDF ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പുതിയ PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF കിട്ടുക. ഈ ഒരു പറഞ്ഞ രീതിയിൽ, അതായത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.